കാലത്ത് KSRTC ലോ ഫ്ലോർ ബസ്സുകൾ മിൽമ ബൂത്തുകൾ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾക്കൊക്കെ വേണ്ടി അനുവദിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ളൊരാശയം ഞങ്ങൾക്ക് ഉദിച്ചത് കുട്ടികളിലൂടെ. എന്നിട്ട് അതിനുശേഷം ഇങ്ങനെയുള്ള ഈ മിൽമ ബൂത്തുകൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു വായന വണ്ടിയാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വായിക്കാനും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് കൂടി വായിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങും എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനൊരു ആശയം കുട്ടികളുടെ നിവേദനം ഒരു 100-200ഓളം കുട്ടികൾ ഒപ്പിട്ട ഒരു നിവേദനം അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു സാറിന് നൽകുകയും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ പോസിറ്റീവായി ഞങ്ങളോട് അതിന് പ്രതികരിക്കുകയും 2022 ഫെബ്രുവരി മാസത്തിൽ എടപ്പാളിലുള്ള കണ്ടനകം KSRTC ഡിപ്പോയിൽ ഭീമനാട് സ്കൂളിലുള്ള ബസ് എത്തിയിട്ടുണ്ടെന്നുള്ള ഗതാഗത വകുപ്പിൻ്റെ ഒരു ഓർഡർ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചെലവ് വഹിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ചെലവ് കണ്ടെത്താൻ ഞങ്ങൾ ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചത് ഇങ്ങനെ ഒരു വായന വണ്ടിയാക്കുക എന്നുള്ളത് ഭാരിച്ച ഒരു ചുമതലയായിരുന്നു. അപ്പോൾ PTA നേതൃത്വത്തിൽ അതുപോലെ തന്നെ അധ്യാപകർ എല്ലാവരും കൂടി ആലോചിച്ച് ഈ വിദ്യാലയത്തിന് ബെസ്റ്റ് PTA നല്ല PTAക്കുള്ള റവന്യൂ ജില്ലാ അവാർഡ് അതുപോലെ തന്നെ സബ് ജില്ലാ അവാർഡ് 2 വർഷത്തെ അവാർഡ് തുക ഏകദേശം 2 ലക്ഷം രൂപ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇതിനു വേണ്ടി മാത്രം പുതിയ ഒരു PTA കമ്മിറ്റി രൂപപ്പെട്ടപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തേക്ക് PTA കമ്മിറ്റി രൂപപ്പെട്ടപ്പോൾ അവർ മുൻകൈയെടുത്ത് PTAയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ടാണ് ബിരിയാണി ചലഞ്ചിൻ്റെ ഏകദേശം ഒരു 1.25 ലക്ഷത്തോളം രൂപ സ്വരൂപിക്കുകയും ആ പൈസയും അതുപോലെ തന്നെ അധ്യാപകർ പ്രത്യേകം താല്പര്യമെടുത്ത് അവരുടെ സംഭാവനയായി ഏകദേശം 50,000 രൂപ പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഏകദേശം ഇപ്പോൾ ഒരു 3-3.5 ലക്ഷത്തോളം രൂപ ഇത് ഇങ്ങനെയൊരു രൂപത്തിലാക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്. ഇനി ഇതിൽ ഞങ്ങൾ ഒരു AC കൂടി വെച്ച് കൂടുതൽ ശീതീകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളെയും രക്ഷിതാക്കളെയും കൂടുതൽ വായനയിലേക്ക് അടുപ്പിക്കുക, അതോടൊപ്പം തന്നെ ഒരു മൾട്ടിപർപ്പസ് ഒരു ക്ലാസ് റൂം അതുപോലെ തന്നെ കോൺഫറൻസ് ഹാൾ ചരിത്ര മ്യൂസിയം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാക്കി മാറ്റാനാണ്